എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിസ്നി സ്റ്റുഡിയോയും പിക്സാർ അനിമേഷനും കൂടി ഇറക്കിയ പൈപ്പർ എന്ന ഒരു അനിമേഷൻ ഷോർട്ട് ഫിലിമിൽ നിന്നും ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് വരയ്ക്കുന്നൊരു ചെറിയ പെയിൻറ്റിങ്ങാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഷോർട്ട് ഫിലിമിലെ ഒരു ചെറിയ സീനിനെ റെഫറൻസാക്കി എടുത്തുകൊണ്ടാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. ഒരു എക്സാക്റ്റ് ഫോട്ടോ കോപ്പി വർക്ക് അല്ല ചെയ്യുന്നത്. ഒരു ഇൻസ്പിറേഷൻ എന്ന രീതിയിൽ ആ ഒരു സീനിനെ റെഫറൻസാക്കി എടുക്കുന്നു എന്ന് മാത്രം. നമ്മുടേതായ ഒരു ഫ്രീഡത്തോട് കൂടിയിട്ട് കംഫർട്ടബിളായിട്ട് പെയിൻറ്റ് ചെയ്യുകയാണ് ഉദ്ദേശിക്കുന്നത്. ഈ വർക്ക് ചെയ്യാൻ നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ളൊരു സ്കെച്ച് ആവശ്യമാണ്. ആദ്യം സ്കെച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഇന്ത്യൻ ഹാൻഡ് മെയ്ഡ് പേപ്പറും കാംലിൻ ആർട്ടിസ്റ്റ് വാട്ടർ കളറുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓറഞ്ച്, ഗംബോജ് ഹ്യൂ, കൊബാൾട്ട് ബ്ലൂ, അൾട്രാമറൈൻ ബ്ലൂ, ഈ കളറുകളാണ് ഫസ്റ്റ് ലെയറിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സിന്തറ്റിക് സ്ക്വയർ ബ്രഷാണ് പെയിൻറ്റിങ്ങിനായി ഉപയോഗിക്കുന്നത്. വളരെ ലൈറ്റായിട്ട് കളറുകൾ എടുത്താണ് ആദ്യത്തെ ലെയർ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. അൾട്രാമറൈൻ ബ്ലൂ അല്പം കൂടുതലെടുത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഈ മുകൾ ഭാഗത്ത് ഉള്ള ഡീറ്റെയിൽസ് ചെയ്യാം. ഒരു വാട്ടർ കളർ സ്കെച്ച് എന്ന രീതിയിലാണ് ഈ വർക്ക് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു കോമ്പോസിഷൻ ചെയ്യുന്നതിലെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇവിടെ പ്രസക്തമല്ല. നമ്മൾ ഒബ്ജക്റ്റുകൾ ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ മാത്രം ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അനുയോജ്യമായ രീതിയിൽ കളർ ചെയ്യാം. എക്സാക്റ്റ് ഫോട്ടോ കോപ്പി വർക്കല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കളറിൻ്റെ മിക്സിങ്ങിലും അതുപോലെ തന്നെ ആവിഷ്കാരത്തിലും ഫ്രീഡം എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. അൾട്രാമറൈൻ ബ്ലൂവും ബേൺസ് സിയനയും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡാർക്ക് ടോൺ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇത് ഉപയോഗിച്ചിട്ട് ഈ മുകളിലുള്ള വാലിൻ്റെയും അതുപോലെ തൂവലുകളുടെയും ഭാഗം കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡ് കൊടുക്കാം. ഓരോ ആഴ്ചയിലും പുതിയ വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.